ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എന്നിട്ട് ഒരു മാസത്തെ ലീവ് കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് UK പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ കണ്ടാലോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ ഫ്രണ്ട് മനോജാണ്. മനോജ് ഞാനും +1 +2 ഒന്നിച്ച് പഠിച്ചതാണ്. ഇത് സുമയ ഞാനും 6th 7th തൊട്ടിട്ട് 12th വരെ ഒന്നിച്ച് പഠിച്ചു. പക്ഷെ ഇപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടൊക്കെ നിന്ന് പിന്നെ കുറേ നേരം സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് അങ്ങനെ കുറച്ച് നേരം അപ്പോൾ അവർ പോയി. പിന്നെ എന്നിട്ട് ഞാൻ റെഡി ആയിട്ട് വന്ന് എൻ്റെ അപ്പയുടെ വീട്ടിലോട്ട് വന്നിട്ട് യാത്ര പറയാൻ വേണ്ടി വന്നു. ഇത് അപ്പ, ചേച്ചിമാരും മാമനും പിന്നെ ബിനുമാമി ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലെ മാമിയാണ്. അപ്പോൾ ഇവരെല്ലാവരും വന്നായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരോടും യാത്ര പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് ഞാൻ വീട്ടിലോട്ട് വന്നപ്പോഴത്തേനും അമ്മയും അമ്മുമ്മ, വല്യമ്മ, അമ്മയുടെ അമ്മ, അച്ഛൻ്റെ അമ്മ, പിന്നെ അപ്പുറത്ത് വീട്ടിലെ ആൻറ്റിമാർ, വല്യച്ഛൻ എല്ലാവരും ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീണ്ടും റൂമിൽ പോയി ഒറ്റയ്ക്കിരുന്ന് കരയുമ്പം എൻ്റെ അനിയൻ വന്നിരുന്ന് വീഡിയോ എടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അവനെയും പോടാന്ന് പറഞ്ഞ് പോയി മൂക്കമൊക്കെ തുടച്ചിട്ട് ഇങ്ങനെ ബാഗൊക്കെ എടുത്ത് പോകും, എല്ലാവരും യാത്ര പറയും. അപ്പം ഞാനും അമ്മൂമ്മയും കൂടെ യാത്ര പറഞ്ഞ് അവസാനം വലിയൊരു കരച്ചിലായി. അമ്മ ഞങ്ങളെ സമാധാനപ്പെടുത്താൻ നോക്കുന്നുണ്ടെങ്കിലും അമ്മൂമ്മ ഓക്കെ ആയില്ല. അമ്മൂമ്മ ഇങ്ങനെ കുറേ നേരം ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞു. കാരണം ഞാനുള്ളപ്പോൾ അമ്മൂമ്മ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കുക ഒരു കൂട്ടായിരുന്നല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് ഞാനിങ്ങനെ ചെന്നിട്ട് അമ്മൂമ്മ അപ്പോൾ പിന്നെ കാണാമെന്ന് പറഞ്ഞപ്പോഴാണ് അമ്മൂമ്മയ്ക്ക് കുറച്ചുകൂടെ വിഷമമായെന്ന് അമ്മൂമ്മ പിന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത്. എന്നിട്ട് ഞാൻ പിന്നെ എല്ലാവരോടും കൂടെ ഒന്നും കൂടെ യാത്ര പറഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾക്ക് വണ്ടിക്കയറുന്ന സമയം അപ്പോൾ ലഗേജൊക്കെ എടുത്ത് ബാഗ് വെച്ചു. എന്നിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് വണ്ടിയുടെ അടുത്തേക്ക് പോകും. അപ്പോൾ അമ്മമ്മ ഓടി വന്നിട്ട് വീണ്ടും കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. കുറേ നേരം അങ്ങനെ കരഞ്ഞു. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി. കാരണം ഞങ്ങൾ ഈ വട്ടം വന്നപ്പം അമ്മയും അച്ഛനും ഇപ്പോൾ ജോലിക്ക് പോകുമ്പം ഞാനും അമ്മൂമ്മയായിരിക്കില്ല കൂടുതൽ സമയമുള്ളത്. പിന്നെ അമ്മൂമ്മ അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചോദിക്കും, ഒരു മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്താലോ എന്ന്. പക്ഷെ ഞാൻ റിട്ടേൺ ടിക്കറ്റും കൂടെ എടുത്തിട്ട് വന്നുകൊണ്ട് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഞാൻ അപ്പോഴത്തേനും പിന്നെ അങ്ങനെ വണ്ടി കയറാൻ നേരത്തെ അമ്മൂമ്മ വീണ്ടും വന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ എനിക്കും വിഷമമായി. പിന്നെ എനിക്ക് അപ്പുറത്തെ വീട്ടിലെ ഗ്രാൻഡ് പേർത്തും യാത്ര പറയാൻ വേണ്ടിയിട്ട് ഞാൻ സൈഡിൽ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ എല്ലാവരും വണ്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് വീണ്ടും ടാറ്റയൊക്കെ തന്ന് വിടുവാണ്. എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് അമ്മൂമ്മ അങ്ങ് ബാക്കിലേക്ക് കരഞ്ഞ് ഇനിയും കരയുന്ന കാണണ്ടെന്ന് വിചാരിച്ചിട്ട് അവരാരും അമ്മൂമ്മയെ പിടിച്ച് ബാക്കിൽ നിർത്തി. അങ്ങനെ ഞാൻ ഗ്രാൻഡ് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ലാസ്റ്റ് ട്രിവാൻഡ്രം എത്തിയായിരുന്നു. ട്രിവാൻഡ്രം എത്തിയപ്പോഴത്തേനും ഞങ്ങൾ വന്നപ്പോൾ ഒത്തിരി നേരത്തെ ആയിപ്പോയി. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയത്ത് ശംഖുമുഖത്തൊക്കെ പോയി നിന്നു. അപ്പം ഞാൻ വീഡിയോ എടുത്തു, പക്ഷേ അത് എൻ്റെ ഫോണിൽ നിന്ന് പോയി. അപ്പോൾ അതെനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് ഈ എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പം തന്നെ ഒരു നെഞ്ചിടിപ്പ് കൂടും. എന്നിട്ട് എൻ്റെത് ചെക്കിൻ ആവാനുള്ള സമയം ആയില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കുവാണ് എപ്പോഴാണ് ഓപ്പൺ ആവുന്നതെന്ന്. അപ്പോൾ ബോർഡിങ് ടൈം ആയില്ലായിരുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെത് ബാക്കിയല്ല എൻ്റെത് എത്തിയാതായിരുന്നു. എമിറേറ്റ്സിൻ്റെയൊക്കെ ഓപ്പണായി. അപ്പോൾ എത്തിയാൻ്റെത് ഓപ്പൺ ആയില്ല. അങ്ങനെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അമ്മയും അച്ഛനും ഞാനും കൂടെ ഇങ്ങനെ വെറുതെ ഇരുന്ന് എന്തൊക്കെയോ നോക്കുന്നുണ്ട്. എന്നിട്ട് എനിക്ക് നല്ല ചുമയുണ്ടായിരുന്നു. എനിക്ക് അലർജി എന്തോ വന്നത്. അനിയനുണ്ടായിരുന്നു കൂടെ. അപ്പോൾ അവനാ വീഡിയോ എടുത്തേ. അപ്പം അവൻ ഇങ്ങനെ ചോദിക്കുവാണ്, കരയോ മാമ എന്നൊക്കെ. അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ ചോദിക്കും. അമ്മയോട് ചോദിച്ചു, അച്ഛനോട് ചോദിച്ച്, ലാസ്റ്റ് എന്നോട് ചോദിക്കുക. അച്ഛനെ വിട്ടുന്ന് പോവാ. കരയും. അമ്മയ്ക്കിന്ന് പോവും. അമ്മയുടെ ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ കയറുന്നതിനൊക്കെ മുമ്പായിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നല്ല ആൾക്കാരൊക്കെ കുറേ പേര് യാത്രയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും, ഞാൻ വന്ന സമയത്ത് അങ്ങനെ ആരും ഇല്ലായിരുന്നു, കുറച്ച് 2-3 പേരേ ഉള്ളായിരുന്നു. പിന്നെ എല്ലാവരും വന്നു തുടങ്ങി. അങ്ങനെ എന്തോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ വീണ്ടും ഇമോഷണലായി.
അങ്ങനെ അമ്മ പറഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് കരയാതെന്ന് പറഞ്ഞ് ഞാനും വീണ്ടും വിഷമിച്ചാലോന്ന് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങനെ പതിയെ അങ്ങോട്ട് പോവുക. അങ്ങനെ ഞാൻ അച്ഛനെ വിളിക്കാൻ വേണ്ടി ഞാനും അച്ഛൻ്റെ അടുത്തോട്ട് പോയി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അച്ഛനെ തിരിച്ചിങ്ങനെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേനും തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പം ബോർഡിങ് സ്റ്റാർട്ടായി എത്തി. അതിൻ്റെ ബോർഡിങ് ഓപ്പൺ ആയെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ അപ്പം നമുക്ക് പിന്നെ ഭയങ്കരമായിട്ട് വിഷമം വരും. കാരണം നമ്മൾ അത്ര നേരം എല്ലാവരും കൂടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, അപ്പോൾ ഫ്രണ്ട്സൊന്നുമില്ലായിരുന്നു. അപ്പോൾ തിരിച്ച് പോകുമ്പോൾ ഒരു ഒറ്റയ്ക്ക്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നല്ലൊരു എക്സൈറ്റ്മെൻറ്റിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങോട്ട് പോകുമ്പം പിന്നെ ഇത്രയും എല്ലാവരും കൂടെ നിന്ന് പിന്നെ നമ്മൾ 1.5 വർഷത്തിന് ശേഷം കണ്ടിട്ട് 1 മാസമല്ലേ ടൈം കിട്ടിയത്. അപ്പോൾ നമ്മൾ നല്ല എല്ലായിടത്തും പോയി ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകാമെന്ന് വെച്ചപ്പോൾ പെട്ടെന്ന് നമുക്കൊരു വിഷമം വരും. അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ചെക്കിൻ സമയമായി. ഞാൻ ചെക്കിൻ കയറി കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ലഗേജ് പോയി കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ സെക്യൂരിറ്റി അടുത്ത് വന്ന് ചോദിച്ചിട്ട് ഞാൻ വീണ്ടും പുറത്തിറങ്ങി. എല്ലാവരും ഒന്നും കൂടെ കണ്ട് ബൈ പറഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും പോയത്. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിലേക്ക് നടക്കുവാണ്. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിൽ കയറി. എനിക്ക് അബുദാബി വരെ ഉള്ളത് സൈഡ് സീറ്റാണ് കിട്ടിയത്. എനിക്ക് ഇവിടുന്ന് UK-ന്ന് നാട്ടിലോട്ട് പോയപ്പം അബുദാബിയിൽ നിന്ന് നാട്ടിലോട്ട് ഉള്ള ഫ്ലൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല. എന്തോ ഇത് ഫ്ലൈറ്റിൽ കയറി ഇരിക്കുന്ന എനിക്ക് തോന്നില്ല, സ്പേസും ഇല്ല, ഒരുമാതിരിയായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല ഫ്ലൈറ്റായിരുന്നു, സർവീസും നല്ലതായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയി. ഇത് രാവിലെ ഉള്ള ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് എടുത്തത് തന്നെ. പിന്നെ എനിക്ക് അബുദാബിയിൽ നിന്ന് UK-ലോട്ടുള്ള ഫ്ലൈറ്റും സൈഡ് സീറ്റ് അല്ലായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പോൾ പിന്നെ അതും ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാത്ത കാരണം. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ടയേർഡായിപ്പോൾ, എനിക്ക് എടുക്കാൻ വയ്യ, ഒന്നിനും വയ്യ. ഞാനങ്ങനെ നന്നായിട്ട് ഉറങ്ങിയപ്പം നല്ല ഒരു എനർജറ്റിക്കായി. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി അടുത്ത വട്ടം വരുമ്പോൾ ഫുൾ വീഡിയോ എടുക്കാമെന്ന്. ഈ കാണുന്നത് ഫുള്ള് ബിൽഡിങ്സ് ആണ്. പിന്നെ നമുക്ക് അതിലെ കൂടെ വണ്ടികളൊക്കെ പോകുന്നതൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് എന്താ സംഭവം, ഉറക്കത്തിൽ നിന്നും കൂടെ എണീച്ചല്ലേ, അപ്പോഴാണ് മനസ്സിലായത് നമുക്ക് കാണാൻ പറ്റും വണ്ടിയൊക്കെ പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അടുത്ത വട്ടം വരുമ്പോൾ നന്നായിട്ട് വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു. ഇനി ഉറങ്ങാതിരുന്ന് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ വട്ടം ഞാൻ ടയേർഡായിരുന്നു. പിന്നെ ഞാനിപ്പോൾ വന്നത് തന്നെ വെക്കേഷൻ സമയത്ത്. നമുക്ക് വെക്കേഷൻ അല്ലെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇപ്പോൾ ക്ലാസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് യൂണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. ഈ വർക്ക് ചെയ്യുന്നത് മാത്രം ഇപ്പം 6 months കൂടുമ്പോൾ നമുക്ക് ആനുവൽ ലീവ് കിട്ടും. അപ്പോൾ നമുക്ക് വന്നിട്ട് പോകാം. അല്ലെങ്കിൽ പിന്നെ യൂണിയിൽ നിന്ന് പെർമിഷൻ വാങ്ങിക്കണം. യൂണിയിൽ നിന്ന് പെർമിഷൻ വാങ്ങിക്കാതെ പോയുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇമിഗ്രേഷൻ സമയത്ത് സപ്പോസ് അവർ യൂണിയിൽ നിന്നുള്ള പെർമിഷൻ കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നമാവും. അല്ലെങ്കിൽ അവർ ചോദിക്കും നിങ്ങൾ ക്ലാസ് ഉള്ള സമയത്ത് എന്തിനാണ് പോയത്. അപ്പോൾ നമുക്ക് മെഡിക്കൽ ലീവ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പോവാം. പക്ഷേ നമുക്കിപ്പോൾ റിസ്ക് എടുത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങളുടെ യൂണിയിൽ ഇപ്പോൾ വെക്കേഷൻ ടീസൈഡ് യൂണിവേഴ്സിറ്റിയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് May to September സമ്മർ വെക്കേഷനുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് വന്നേ. അങ്ങനെ ഞാൻ UK-ലെത്തി. അപ്പോൾ UK-ലെത്തിയിട്ടുള്ള വീഡിയോസൊക്കെ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന UK-ലെ വീഡിയോസാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.